നിലമ്പൂരിൽ നിന്ന് നേരെ വടക്കേ അമേരിക്കയിലെ ദനാലി പർവ്വതത്തിലേക്കാണ്. അവിടെ ഇന്നലെ ഒരു മലയാളി പർവ്വതാരോഹകൻ കുടുങ്ങിക്കിടക്കുകയും ആ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഉണ്ട്. അതെ, അവിടെ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക സംഘം എത്തിയാണ് പന്തളം സ്വദേശി ഷെയ്ഖ് ഹസനെ രക്ഷപ്പെടുത്തിയത്. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥനായ ഷെയ്ഖിനെ രക്ഷപ്പെടുത്താൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലും കേന്ദ്ര മന്ത്രി ജോർജ് കുര്യനും ഇടപെട്ടിരുന്നു. ധനസുമോദ് വിവരങ്ങൾ നൽകും. അങ്ങനെ ധനസുമോദ്, ഇന്നലെ പർവ്വതാരോഹകൻ അവിടെ കുടുങ്ങിയ വാർത്ത അല്പം ആശങ്കയോടുകൂടെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും പർവ്വതാരോഹകനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്താണ് ഈ രക്ഷാദൌത്യത്തിന്റെ വിശദാംശങ്ങൾ? 3 ദിവസമായി ഭക്ഷണം പോലുമില്ലാതെ വടക്കേ അമേരിക്കയിലെ ദനാലി പർവ്വതനിരയിൽ കുടുങ്ങിയ ഷെയ്ഖ് ഹസനെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം, അദ്ദേഹം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന വിവരം ഷെയ്ഖ് ഹസൻ തന്നെ സാറ്റലൈറ്റ് ഫോൺ വഴിയായിരുന്നു ഇക്കാര്യം സുഹൃത്തുക്കളെ അറിയിച്ചത്. ഇതേ തുടർന്നായിരുന്നു സംസ്ഥാന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഷെയ്ഖ് ഹസൻ. സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കെ എൻ ബാലഗോപാലും മുഖ്യമന്ത്രി വഴി ഇടപെടുകയും ഇതുകൂടാതെ മീഡിയ വൺ സംഘത്തോട് തന്നെയാണ് കൃത്യമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ വിവരങ്ങൾ ആരായുകയും അങ്ങനെ നമ്മൾ തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കേന്ദ്രമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിരുന്നത്. കേന്ദ്രമന്ത്രി പിന്നീട് കോൺസുലേറ്റുമായി വടക്കേ അമേരിക്കയിലെ കോൺസുലേറ്റുമായി ബന്ധപ്പെടുകയും അങ്ങനെ നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ രാത്രി 9:30 വരെ അദ്ദേഹം ജോർജ് കുര്യനും കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോഴാണ് ഈ വിവരം കോൺസുലേറ്റ് അറിയിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിനെ കണ്ടെത്തിയിട്ടുണ്ട്, സുരക്ഷിതനായി തന്നെ അദ്ദേഹം ഇരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിനെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇപ്പോൾ ബേസ് ക്യാമ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. 17,000 അടി ഉയരത്തിലുള്ള പർവ്വത മുകളിൽ ഇന്ത്യൻ പതാക ഉയർത്തിയ ശേഷം ഉണ്ടായിരുന്ന അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റിനെ തുടർന്നാണ് കുടുങ്ങിയത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ദേശീയ പതാകയുമായിട്ടാണ് ഷെയ്ഖ് ഹസൻ ഈ ദനാലി പർവ്വതനിരയിലേക്ക് അതിന്റെ മുകളറ്റത്തേക്ക് പോയത്. അതിനുശേഷം തിരികെ വരുന്ന വഴിയാണ് അദ്ദേഹം കുടുങ്ങിയതും ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നതും. ശരി, എന്തായാലും ആശങ്ക ആശ്വാസത്തിന് വഴിമാറുന്നു. പർവ്വതത്തിന് മുകളിൽ കുടുങ്ങിപ്പോയ ഷെയ്ഖ് ഹസനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു.